ജനകീയ ബന്ധങ്ങളാണ്. ആ ജനകീയ ബന്ധങ്ങൾ അദ്ദേഹം ഈ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഇവിടെ വരുന്ന തെളിവ് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ നിര്യാണം തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിലെ പ്രസ്ഥാനത്തിനും അതോടൊപ്പം നഗരത്തിനും നഷ്ടമാണ്. പാർട്ടിയുടെ ഒരു സ്വത്താണ് കെ.ടി. മാഷ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം പാർട്ടിക്കും നാട്ടുകാർക്കൊക്കെ വളരെ വലിയ ഒരു നഷ്ടത്തിന്. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതും ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ നടപ്പാക്കിയതായിട്ടുള്ള മഹാനായിട്ടുള്ളൊരു നേതാവിനെ, ഒരു ഭരണാധികാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയത്തിനും മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് നാരായണേട്ടടുത്തുണ്ടായിരുന്നത്. കെ.ടി. നാരായണൻ മാസ്റ്ററെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഈ പെരിന്തൽമണ്ണയുടെ ഒരു മുഖമായിരുന്നു. സാധാരണക്കാർക്കൊപ്പം ജീവിച്ച കർഷകർ, തൊഴിലാളികൾ എല്ലാവർക്കും വേണ്ടി ജീവിച്ച ഒരു മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നെങ്കിലും ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുമായിട്ടും അടുപ്പം സൂക്ഷിച്ചിരുന്നു. മാത്രമല്ല ഒരുപാട് പേരുമായിട്ട് വ്യക്തമായ അടുപ്പം സൂക്ഷിച്ച അദ്ദേഹം ഈ നാട് ഭാവിയിൽ എങ്ങനെയാവും എന്ന് മുൻകൂട്ടി ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു. 1995, 2000 ഈ 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രിയതമ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലത ടീച്ചറായിരുന്നു നഗരത്തിൻ്റെ നഗരസഭാ ചെയർപേഴ്സണായിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം നഗരപിതാവായി അധികാരമേൽക്കുന്നത്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നവർ തന്നെ പറയുന്നുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ പി ഷാജി, അതുപോലെ CPM നേതാവ് മുൻ MLA ആയ വി ശശികുമാർ, അതുപോലെ നോർക്ക റൂട്ട്സിൻ്റെ വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ പല പ്രമുഖരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ദീർഘവീക്ഷണമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പാർട്ടിക്ക് മാത്രമല്ല ഈ നാടിന് തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നാട്ടുകാരും അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത്. നഗരപിതാവ് എന്ന നിലയിൽ ഈ നഗരത്തിൻ്റെ ആസൂത്രണത്തിനും ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വലിയ പങ്കാണ് വഹിച്ചത്. അതോടൊപ്പം ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. ഒരു കാലത്തും ആ ക്വാളിറ്റി, ആ ഗുണനിലവാരം കൈവിടാതെ അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാവുന്ന കാര്യം ജനകീയ ബന്ധങ്ങളാണ്. ആ ജനകീയ ബന്ധങ്ങൾ അദ്ദേഹം ഈ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഇവിടെ വരുന്ന തെളിവ് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ നിര്യാണം തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിലെ പ്രസ്ഥാനത്തിനും അതോടൊപ്പം നഗരത്തിനും നഷ്ടമാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകനായി വന്ന് രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയതാണ്. ഈ പ്രദേശത്തുള്ള കാതാക്കരയാണ് അദ്ദേഹത്തിൻ്റെ നാട്. ഇവിടെയുള്ള കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരോടും വളരെ അനുതാപത്തോടെ പെരുമാറുന്ന ഒരാളായിരുന്നു. അതിൻ്റെ അംഗീകാരം വളരെ വലുതായിട്ട് അദ്ദേഹത്തിന് പിന്നിലുണ്ടായിരുന്നു. പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാഗമായി മാറിയതോടുകൂടി വളരെ അത് ഇരട്ടിയായി വർദ്ധിച്ചു. വളരെ സൗമ്യനും ജനകീയനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രവർത്തകൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുനിസിപ്പൽ ചെയർമാനായി, അദ്ദേഹത്തിൻ്റെ ശ്രീമതി മുനിസിപ്പൽ ചെയർമാനായി, അങ്ങനെ ഒരു പ്രത്യേകത കൂടി പെരിന്തൽമണ്ണയിലുണ്ട്. പാർട്ടിയുടെ ഒരു സ്വത്താണ് കെ.ടി. മാഷ്. അദ്ദേഹത്തിൻ്റെ നഷ്ടം പാർട്ടിക്കും നാട്ടുകാർക്കൊക്കെ വളരെ വലിയ ഒരു നഷ്ടത്തിന്. പെരിന്തൽമണ്ണയെ ഇത്രയും വലിയൊരു നഗരസഭയാക്കി വളർത്തിയെടുക്കുക, ഈ ജനസാന്ദ്രതയ്ക്ക് അനുസരിച്ച് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണുക, അതിനുവേണ്ടി മാലിന്യ സംസ്കരണം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പെരിന്തൽമണ്ണയിലെത്തുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിനായി തുടക്കത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയും സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയായിരുന്നു കെ.ടി. നാരായണൻ മാസ്റ്റർ. അദ്ദേഹം മുൻ നഗര പിതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം തുടങ്ങി വെച്ച് ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആയിരക്കണക്കിന് യാത്രക്കാർ ഉപയോഗപ്പെടുത്തുന്ന മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ്. അതുകൂടാതെ കുടിവെള്ള പദ്ധതികൾക്ക്, പിന്നെ കുട്ടികളുടെ പഠനം ഭാവിയിൽ എങ്ങനെയാവും എന്ന് മുൻകൂട്ടി കണ്ട ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും റോഡുകൾ എങ്ങനെ വേണം, ഈ ഭാവിയിൽ ഈ നഗരം വികസിക്കുമ്പോൾ റോഡുകൾ എങ്ങനെ വേണം, ഇങ്ങനെയെല്ലാം മുൻകൂട്ടി കണ്ട് അതിനെ കൃത്യമായി നഗരസഭ യോഗങ്ങളിൽ കൃത്യമായി അത് നിർദ്ദേശിക്കുകയും ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ഒരു മഹാനായ ഒരു ജനപ്രതിനിധിയായിരുന്നു. ഒരു ജനപ്രതിനിധി എങ്ങനെ വേണമെന്ന് കൃത്യമായി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു നേതാവായിരുന്നു കെ.ടി. നാരായണൻ മാസ്റ്റർ. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഭാവിയിൽ നമ്മുടെ നഗരം ഇത്രയൊക്കെ വികസിക്കും, അന്ന് ഏറ്റവും പ്രയാസപ്പെടാൻ സാധ്യത ഉള്ള ഒരു കാരണം
മാലിന്യ സംസ്കരണത്തിൻ്റെ ബുദ്ധിമുട്ടാവും എന്ന് കണ്ടറിഞ്ഞ് വളരെയേറെ സ്ഥലം, ഏകദേശം 14 ഏക്കറോളം ഭൂമി, 13.5 ഏക്കർ ഭൂമി നമുക്ക് മുൻകൂട്ടി ഇത് നഗരസഭയ്ക്ക് വാങ്ങിയതാണ്. സത്യത്തിൽ ആ സമയത്ത് അത്ര ആവശ്യമല്ല, ഭാവിയിൽ ഇത്ര ആവശ്യം വരുമെന്ന് കണ്ടുകൊണ്ട് വാങ്ങിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും നല്ല മാലിന്യ സംസ്കരണം നടക്കുന്ന നഗരസഭയായിട്ട് നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞതിൽ ഒരു കാരണം ഈ ദീർഘവീക്ഷണം. അതേപോലെ തന്നെ നഗരം പിന്നീട് വലുതാവും, വികസിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ട് പഴയ ബസ് സ്റ്റാൻഡ് പൊളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ ബസ് സ്റ്റാൻഡിൻ്റെ കാലാവധി കഴിയുമെന്ന് കണ്ട് അവിടെ അത് തുടരാൻ കഴിയില്ല എന്ന് കണ്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റണമെന്ന ചർച്ചകൾ വലിയ വ്യാപകമായി നടന്ന കാലമാണ്. ആ സമയത്ത് ഇന്ന് നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന മൂസുകുട്ടി ബസ് സ്റ്റാൻഡ്, അതിൻ്റെ സ്ഥലമെടുപ്പും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്, നമ്മുടെ KT നാരായണ മാസ്റ്റർ കാലത്ത്. ഈ രണ്ട് പ്രവർത്തനങ്ങൾ, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്, പക്ഷേ എടുത്തു പറയാൻ പറ്റാവുന്ന ഏറ്റവും പെരിന്തൽമണ്ണ നഗരസഭയുടെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതും ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികൾ നടപ്പാക്കിയതായിട്ടുള്ള മഹാനായിട്ടുള്ളൊരു നേതാവിനെ, ഒരു ഭരണാധികാരിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. പെരിന്തൽമണ്ണയിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഉള്ള സമയത്ത് ഞങ്ങളൊക്കെ പെരിന്തൽമണ്ണക്കാരുടെ നാരായണേട്ടൻ ഇവിടെ ചെയർമാനായിരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് പെരിന്തൽമണ്ണയെ പഠിപ്പിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നാരായണേട്ടൻ്റെ ദേഹവിയോഗം സംഭവിക്കുമ്പോൾ പെരിന്തൽമണ്ണ ഒന്നടങ്കം അതിൽ വിഷമിക്കുന്നതും ദുഃഖിതരായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതിന് കാരണം. നാരായണേട്ടനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകൻ്റെ ഒരു ദീർഘവീക്ഷണമാണ് ഇന്ന് കാണുന്ന ഈ പെരിന്തൽമണ്ണയുടെ നഗരസഭ പിതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ജനങ്ങളോട് അടുത്ത് ഇടപഴകാനും ഞങ്ങൾക്കൊക്കെ മാതൃകാപരമായിട്ട് രാഷ്ട്രീയത്തിനും മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് നാരായണേട്ടനടുത്തുണ്ടായിരുന്നത്. അതാണ് ഞങ്ങളെല്ലാവരെയും നാരായണേട്ടൻ്റെ വിയോഗം വിഷമിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തെ പ്രത്യേകം നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഒരു വട്ടം പറഞ്ഞതാണ്, അക്കാലത്ത് ഈ നഗരത്തിൽ ഇങ്ങനെ ഒരു മാലിന്യ പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കാണുക, അതിനുവേണ്ടി 13.5 ഏക്കർ സ്ഥലം അന്നേ വാങ്ങിച്ച് നഗരസഭയ്ക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വാങ്ങിച്ചിടുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ജനപ്രതിനിധികളാണ് എപ്പോഴും നാടിൻ്റെ പ്രീതി പിടിച്ചു പറ്റുന്നവർ. ഈ നാട് ഒന്നാകെ, അതായത് മത രാഷ്ട്രീയ എല്ലാത്തിനും അപ്പുറം സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരുപോലെ സ്നേഹിച്ചിരുന്ന, എല്ലാവരെയും സ്നേഹിച്ചിരുന്ന KT നാരായണ മാസ്റ്ററെ നിര്യാണം അറിഞ്ഞ് ഒട്ടേറെ പേരാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കുന്നപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. പ്രമുഖ നേതാക്കൾ, ഇനിയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, മുൻ മന്ത്രിമാർ, ഇങ്ങനെയുള്ളവരൊക്കെ ഇനിയും വരാനുണ്ട്. അവരൊക്കെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള നമ്മുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തേക്ക് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണം ഈ സമൂഹത്തിന്, ഈ പെരിന്തൽമണ്ണയ്ക്കും അതുകൂടാതെ പാർട്ടിക്കും CPM-നും ഒക്കെ വലിയ നഷ്ടമാണ്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് എന്ന് തന്നെയാണ്. ക്യാമറമാൻ സുനിൽ മോഹനൊപ്പം ജബ്ബാർ വേണാട്ട്, ചാനൽ 10 ന്യൂസ്.